ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഈവനിങ് ടീൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കണം. രണ്ട് സൈഡ് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. കാരണം അത് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, പൊടിഞ്ഞൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തോളണമെന്ന് നിർബന്ധമല്ല, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് വരിക. അപ്പോൾ ഒരു പരന്ന ഫ്രൈ പാനിലൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കടായി തന്നെയാണ് ഇതിൻ്റെ മസാലയും കൂടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് സെയിം ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഇതിങ്ങനെ മൊരിയിച്ചെടുക്കുന്നത്. രണ്ട് സൈഡ് ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. അങ്ങനെ ഞാനൊരു 7-8 ബ്രെഡിൻ്റെ സ്ലൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ബ്രെഡുകളൊക്കെ ഞാനിങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് സവാള വേണം. സവാള വലുതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. തക്കാളിയാണ് പിന്നെ വേണ്ടത്. തക്കാളി അതുപോലെ തന്നെ കുനുകുന അരിഞ്ഞെടുക്കണം. പിന്നെ എരിവ് കുറച്ച് വേണം എന്നുള്ളവർക്കാണെങ്കിൽ പച്ചമുളകും കൂടെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം അത് എടുക്കുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ബട്ടറിന് പകരമായിട്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക ബട്ടർ ആയതുകൊണ്ടും പിന്നെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടുമാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി അതൊരു കുനുകുനാന്നായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വഴന്ന് വരും. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വഴന്ന് വന്നോളൂ കേട്ടോ. എന്നാൽ അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ഇടാനുള്ളത്. അപ്പോൾ തക്കാളിയും കൂടെ അതിലേക്ക് ഇടണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട ശേഷം മാത്രം തക്കാളി ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ എന്തായാലും വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി ഒന്ന് നമ്മളിങ്ങനെ കുത്തി കുത്തി ഉടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് മുളകും കൂടെ അരിഞ്ഞ് ചേർക്കാം. പിന്നെ വെളുത്തുള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ തൽക്കാലം ഞാനതൊന്നും ഇടുന്നില്ല. പിന്നെ അതിലേക്ക് വേണ്ട മസാലകളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഉപ്പ് നമ്മൾ ഓൾറെഡി ഉള്ളി വഴറ്റിയ സമയത്ത് ഇട്ടതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത് കേട്ടോ. ഉപ്പ് ഒന്ന് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ മസാലയോ അങ്ങനെ എന്തെങ്കിലും മസാലകൾ വേറെ ചേർക്കണം അതിഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് കഴിക്കായതുകൊണ്ട് ഭയങ്കര ലൈറ്റ് ആയിട്ടാണ്, വലിയ മസാലകളൊന്നും ഒരുപാട് ചേർക്കാതെ ഉണ്ടാക്കുകയാണ്. പിന്നെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എരിവാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നല്ല യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം അടച്ച് വെച്ചിട്ടാണ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ കുറച്ചൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു സൈഡിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മളിതിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം ചേർക്കുന്നുണ്ട്. മുട്ടയാണ്. മുട്ട ഞാൻ മുമ്പ് തന്നെ ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു ചട്ടിയിൽ മുട്ട ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ തന്നെ ഇട്ടിട്ടാണ് ആ മുട്ട ചിക്കി പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മസാലയ്ക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വേവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. നന്നായിട്ട് വെന്ത ശേഷം പിന്നെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി എന്തായാലും നന്നായിട്ട് വെന്ത ശേഷം അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഉള്ളിയിലും തക്കാളിയിലൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആ മുട്ടയിലേക്കും കൂടെ മിക്സ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന അത് മുറിച്ച് വെച്ചില്ലേ, ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മുട്ടയെങ്കിലും എടുക്കുന്നതായിരിക്കും നന്നാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 1 എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മസാല കൂടുതലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. എനിക്ക് ബ്രെഡ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് വെള്ളം തളിച്ച് കൊടുക്കുന്നത്. അത് വേണം നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്നായിട്ട് നല്ല പരുവായി വന്നിട്ടുണ്ടാവും. മസാലയൊക്കെ ബ്രെഡിലേക്കും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.